ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഞണ്ട് കറി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഞണ്ടിനെ ക്ലീൻ ആക്കാം. ഞണ്ടിന്റെ വലിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കാരണം വലിയ കാര്യങ്ങളിൽ മാത്രമേ ഇറച്ചി ഉണ്ടാവുള്ളൂ, ചെറിയ കാര്യങ്ങളിലൊക്കെ ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നടുക്കുന്ന ഞണ്ടിന്റെ ഷെല്ല് പൊളിച്ച് മാറ്റാം. അതിന്റെ സൈഡിലുള്ള വേസ്റ്റുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്ക് അത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ചില ഞണ്ട് പൊളിക്കുമ്പം അതിനകത്ത് ഓറഞ്ച് കളറിൽ കാണും, അത് ഞണ്ടിന്റെ പൊന്നാണ്, അതായത് മുട്ടയാണ്. അത് നമ്മൾ കറിക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി വൃത്തിയാക്കി വെച്ച ശേഷം ഇതിന്റെ നടുകത്ത് കഷ്ണം 2 പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. ഒരു തേങ്ങ നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായി വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ നമുക്ക് മാറ്റിവെക്കാം. തേങ്ങ വറുത്തത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 നെല്ലി കൊടംപുളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞും കൂടെ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഇളക്കി നന്നായി ഒന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒട്ടും വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടില്ല. നന്നായി തിളച്ച് ഗ്രേവി നന്നായി യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.